അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ CNG വാഹനം CNG തീർന്നു വഴിയിലകപ്പെട്ടാൽ പെട്രോളിലേക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യണം, എങ്ങനെ പെട്രോളിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോൾ ഇതായിരിക്കും കണ്ടീഷൻ LPGയുടെ. അപ്പോൾ ഇതിൽ CNG ഉണ്ട്. CNG ഉള്ളതുകൊണ്ട് ലൈറ്റ് അളവ് കാണിച്ചിട്ടുണ്ട്. തീർന്നു കഴിഞ്ഞാൽ ഈ റെഡ് ഇപ്പുറത്തൊരു ഓറഞ്ചിൻ്റെ ഇപ്പുറത്തെ റെഡ് ഇങ്ങനെ തെളിഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ ഓഫാകുന്ന കണ്ടീഷനിൽ പെട്രോളിലേക്ക് ചേഞ്ച് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് പെട്രോള് CNG ചേഞ്ച് ഓവർ സ്വിച്ചാണിത്. ഇതിൻ്റെ 3 സ്റ്റെപ്പ് ഉണ്ട്. അതായത് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, മുകളിലേക്ക് ഞെക്കിക്കഴിഞ്ഞാൽ CNGയിലേക്കാവും. അപ്പോൾ അവിടെ CNGയുടെ സിമ്പിൾ ലെവൽ വരും. അതുപോലെ തന്നെ സെൻറ്ററിൽ ഒരു പൊസിഷനുണ്ട്. അപ്പോൾ പെട്രോളുമല്ല CNG അല്ലാത്തൊരു പൊസിഷനാണ്. പിന്നെ വരുന്നതാണ് പെട്രോൾ. താഴത്തേക്ക് അമർത്തിക്കഴിഞ്ഞാൽ പെട്രോളിലേക്കാവും വണ്ടി. അപ്പോൾ ഇവിടെ പെട്രോളിൻ്റെ ടാങ്കിൻ്റെ സിമ്പൽ ഇവിടെ തെളിയും. അപ്പോൾ പെട്രോളിലേക്ക് സ്വിച്ച് ഓണായി എന്ന് അറിയാൻ പറ്റും. ഇത് കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ താഴത്ത് ഫ്യൂസ് ഉണ്ട്, ഫ്യൂസ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ സ്വിച്ചിന് ചെറിയ ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും അത് കത്തൂല. അപ്പോൾ ഇങ്ങനെ അമർത്തി 2-3 പ്രാവശ്യം യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ക്ലാവ് കയറാം. അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോൾ 2-3 പ്രാവശ്യം ഓണാക്കി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെളിഞ്ഞു വരും. അപ്പോൾ അങ്ങനെ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് പുറകിലേക്ക് പോവാം. പുറകിലേക്ക് പോകുമ്പോൾ ടാങ്ക് വരുന്നത് ഉള്ളിലായിട്ട്, ബാറ്ററിയുടെ തൊട്ടടുത്തായിട്ടാണ് ടാങ്ക് വരുന്നത്. ഇതിൽ കാണാൻ പറ്റില്ല, ഞാൻ അവിടെ തുറന്ന് കാണിച്ചു തരാം. ഇതാണ് പമ്പ്, പെട്രോളിൻ്റെ പമ്പ്. ടാങ്കിൽ നിന്ന് പെട്രോൾ വലിച്ച് കാർബറേറ്ററിലേക്ക് എത്തിക്കുന്നത് ഈ പമ്പ് വഴിയാണ്. ഇപ്പോൾ ഈ പമ്പിൻ്റെ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. പമ്പ് വർക്ക് ചെയ്യുന്നതിൻ്റെ സൗണ്ടാണ്. ഈ സൗണ്ട് ഉണ്ടായാൽ മാത്രമാണ് മോട്ടർ വർക്കിംഗ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മോട്ടർ കംപ്ലൈൻ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നേരെ പമ്പിന് 2 സൈഡിലായിട്ട് ഇങ്ങനെ ഓസ് ഉണ്ട്. പമ്പിൻ്റെ 2 സൈഡിലായിട്ട് ഇതേപോലെ ഓസ് ഉണ്ട്. ഇതാണ് ടാങ്കിൽ നിന്ന് വന്ന ഓസ്. ഇതിലെ കാർബറേറ്ററിലേക്കും ഒരു പൈപ്പ് ഇവിടെ 2ആയിട്ട് തിരിയുന്നുണ്ട് പൈപ്പ്. ഇത് നേരെ ടാങ്കിലേക്ക് റിട്ടേൺ പോകാനുള്ള പൈപ്പാണ്. അപ്പോൾ ആദ്യം ഇതിൽ ഊരിയിട്ട് പെട്രോൾ വന്നുണ്ടാകുന്ന നോക്കണം. ഈ പൈപ്പ് ഊരിയിട്ട് ഇതിൽ പെട്രോൾ വരുന്നുണ്ടാകുന്ന നോക്കണം. ഇല്ലെങ്കിൽ കുറച്ച് ഇത് ഊരി കഴിഞ്ഞിട്ട് ഇച്ചിരി എയർ കളഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ഇതിൽ വരും. എന്നിട്ട് കുത്തിയിട്ട് ഇപ്പുറത്തെ ഭാഗം ഊരി നോക്കണം. ഈ സൈഡ് ഊരിയിട്ട് ഇങ്ങോട്ട് പെട്രോൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ പമ്പിൻ്റെ പ്രഷർ കുറവോ അല്ലെങ്കിൽ ടാങ്കിൽ ആവശ്യത്തിന് പെട്രോൾ ഇല്ലാത്ത കണ്ടീഷനിലാണെങ്കിലും ഇപ്പുറത്തേക്ക് വരില്ല. കാരണം വലിക്കാനുള്ളൊരു പവർ ഉണ്ടാവില്ല. ടാങ്കിൽ അത്യാവശ്യം എയറും കണ്ടീഷനൊക്കെ ആണെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരു 2 ലിറ്ററിൻ്റെ ടാങ്കാണ്. 2 ലിറ്റർ തന്നെ ഒഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഫുൾ പവറിൽ പെട്രോൾ ഇങ്ങോട്ട് വരും. അതല്ല 1 ലിറ്ററൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, അതേപോലെ പെട്രോൾ ഇതിലേക്ക് ഇപ്പുറത്തോട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു നെട്ടാണ്ട, ഈ ഒരു 10ൻ്റെ നെട്ടും അപ്പുറത്തെ സൈഡിൽ 12ൻ്റെ നെട്ടും അഴിച്ചു കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നേരെ ഇത്ര ഭാഗത്തേക്ക് ഇങ്ങനെ താത്തി പിടിച്ച് കഴിഞ്ഞാൽ പെട്രോൾ കറക്റ്റ് പമ്പിലേക്ക് കയറി ലോഡായിട്ട് അടിച്ച് പ്രഷറിൽ നേരെ ഈ ഓസ് വഴി കാർബറേറ്ററിലേക്ക് വരും. ഇതാണ് കാർബറേറ്ററിൽ വരുന്ന ഓസാണിത്. ഇവിടെയാണ് അതിൻ്റെ ഫിറ്റിങ് വരുന്നത്. ഇതിൽ കയറിയിരിക്കും. അപ്പോൾ ഇതായിരിക്കും ആ ഓസ്. ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഇരിക്കുന്നത്. ഇപ്പം ഞാൻ ഊരിയതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നേരെ ഈ ഒരു ഓസ് ടാങ്കിലേക്ക് റിട്ടേൺ പോകുന്നുണ്ട്. മുകളിലേക്കുള്ള ഈ ഓസ് ടാങ്കിലേക്ക് റിട്ടേൺ പോകുന്നത്. പമ്പിൽ വരുന്നത് ഈ ഒരു ഓസിലാണ് പമ്പിലേക്ക് ടാങ്കിൽ നിന്ന് പമ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് എയർ എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത് മോട്ടർ താത്തിക്കഴിഞ്ഞാൽ വരും പെട്രോൾ. ഇതിൽ വന്ന് ഇതിൽ നേരെ കാർബറേറ്ററിലേക്ക് എത്തുമ്പോൾ അവിടെ ഇപ്പോൾ കാർബറേറ്ററിൻ്റെ ഇത് തുറന്ന് കുറച്ച് എയർ പൊട്ടിച്ചതിന് ശേഷം കുത്തിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ
പെട്രോളിലേക്ക് സ്റ്റാർട്ട് ആയിക്കോളും. പിന്നെ അതേപോലെ ഇതിന് ഓവർഫ്ലോയും കാര്യങ്ങളും ഉണ്ടോ എന്ന് അപ്പോൾ തന്നെ ചെക്ക് ചെയ്യണം. കാരണം പെട്രോൾ യൂസ് ചെയ്യാത്ത വണ്ടി ആയതുകൊണ്ട് ഇടയ്ക്ക് ഓവർഫ്ലോയും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ ഇനി പെട്രോളിൽ നിന്ന് CNGയിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ, പെട്രോളിൽ നിന്ന് CNGയിലേക്ക്, അതായത് ഇപ്പോൾ പെട്രോളിൽ ഓടി നേരെ പമ്പിൽ ചെന്ന് CNG അടിച്ചതിന് ശേഷം ചെയ്യേണ്ടത്, പെട്രോളിൽ നിന്ന് നമ്മൾ CNGയിലേക്ക് മാറ്റണമല്ലോ. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഈ സ്വിച്ച് ഇത് സെൻറ്ററിലിടാം. സെൻറ്ററിലിടുമ്പോൾ കാർബറേറ്ററിൻ്റെ അകത്ത് ഇപ്പോൾ പെട്രോൾ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ CNG ഓണാക്കി കഴിഞ്ഞാൽ CNGയും പെട്രോളും കൂടെ മിക്സായിട്ട് നേരെ എഞ്ചിനിലേക്ക് ഇറങ്ങും. അപ്പോൾ പ്ലഗ് അടിച്ചു പോകും. അപ്പോൾ പിന്നെ പ്ലഗ് മാറാൻ നടക്കണം. പ്ലഗ് ഇല്ലെങ്കിൽ മേടിക്കാൻ പോകേണ്ടി വരും, അല്ലെങ്കിൽ തുടച്ച് ചൂടാക്കിയൊക്കെ ഇട്ടാലേ പിന്നെ സ്റ്റാർട്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാനായിട്ട് ഈ സ്വിച്ച് നേരെ സെൻറ്ററിലിടാം. സെൻറ്ററിലിട്ട് കഴിയുമ്പോൾ ഇപ്പോൾ പെട്രോൾ പമ്പ് ഓൺ ആവില്ല, CNGയിലേക്കും ആവില്ല. ഇനി നമ്മൾ വണ്ടി ഈ സെൻറ്റർ പൊസിഷനിലിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാർബറേറ്ററിലുള്ള പെട്രോൾ കംപ്ലീറ്റ് കത്തിത്തീരും. കത്തിത്തീർന്ന് വണ്ടി ഓഫ് ആയതിനു ശേഷം 2 തവണയും കൂടെ കിക്ക് ചെയ്യുക. സെൽഫ് അടിച്ച് തീർന്നെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ CNGയിലേക്കുള്ള സ്വിച്ച് ഓൺ ആക്കിയിട്ട് CNGയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് CNG തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്രോളിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ.